الحمد لله نحمده ونستعينه ونستغفره ونستهديه به ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قالت إحداهما يا أبت استأجره إن خير من استأجرت القوي الأمين സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധി വിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതം, ആ ജീവിത സന്ധാരണത്തിനു വേണ്ടി സാമ്പത്തികം എന്നത് അനിവാര്യമായൊരു കാര്യമാണ്. വരുമാനമില്ലാതെ, ഒരു പണിയും ഒരു ജോലിയുമില്ലാതെ ജീവിക്കുക എന്നത് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ നമ്മുടേതായ വരുമാന മാർഗങ്ങളുണ്ട്. അത് കൃഷിയായിട്ട്, അതല്ലെങ്കിൽ മറ്റു കച്ചവട മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, അതൊന്നുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തുകൊണ്ട് ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ
ഒരുമിച്ച് കൂട്ടുന്ന സ്വരുക്കൂട്ടുന്ന ആളുകളാണ് നമ്മളൊക്കെ. ഏത് മേഖലയിലായാലും അതിലൂടെ നമുക്ക് വരുമാനം ലഭിക്കുക, അതിനുള്ളൊരു മാർഗമാണത്. ഒരു വരുമാന മേഖലയാകുമ്പോൾ അവിടെ ഒരു തൊഴിലുണ്ടാകും, ഒരു തൊഴിലാളി ഉണ്ടാകും, ഒരു തൊഴിൽ ദാതാവ്, ഒരു മുതലാളി ഉണ്ടാകും. ഇന്നലെ മെയ് 1 ലോക തൊഴിലാളി ദിനമായിരുന്നു. പല ആളുകളും അറിഞ്ഞിട്ടുണ്ടാകാം, പല ആളുകളും അറിയാതെ പോയിട്ടുണ്ടാകാം. സഹോദരന്മാരെ, ഈ ഒരു തൊഴിലാളി ദിനം കഴിഞ്ഞു പോയത് എന്തിനാ? ഒരു ഖുതുബയിൽ. സഹോദരങ്ങളെ, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന് ചില നിർദ്ദേശങ്ങളും ചില അധ്യാപനങ്ങളും ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയുണ്ട്. തനിക്ക് വല്ലതും സമ്പാദിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ സമ്പാദിക്കുന്നതോടൊപ്പം അവൻ പാലിക്കേണ്ട ഇരുവിഭാഗവും, തൊഴിൽദാതാവും തൊഴിലാളിയും പാലിക്കേണ്ട ചില മര്യാദകളെ ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. തൊഴിൽ ചെയ്ത് ജീവിക്കുക എന്നതാണ് ഏറ്റവും നല്ലതായ മാർഗമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. അലസമായി ജീവിക്കുന്നതിന് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിൽ പല സ്ഥലങ്ങളിലായി പകലിനെ ജീവിത സന്ധാരണത്തിനുള്ളതാക്കി നാം മാറ്റി, നിങ്ങൾക്ക് അധ്വാനിച്ച് വല്ലതും സമ്പാദിക്കാനുള്ള ഒരു മാർഗമാക്കി പകലിനെ നാം മാറ്റി എന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നു. നിങ്ങൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ ചടഞ്ഞുകൂടിയിരിക്കേണ്ടതില്ല. നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് അള്ളാന്റെ ഫദ്ല് നിങ്ങൾ അന്വേഷിക്കുക എന്ന് ഖുർആൻ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദാനധർമ്മങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. അത് പറഞ്ഞിടത്തും അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും, നിങ്ങൾ അധ്വാനിച്ച് നേടിയതിൽ നിന്ന്, ആ ത്വയ്യിബാതിൽ നിന്ന്, അൻഫിഖൂ മിൻ ത്വയ്യിബാത്ത്, നല്ലതിൽ നിന്ന് നിങ്ങൾ ദാനം ചെയ്യുക. മാ കസബ്തു, ത്വയ്യിബാത്തായിട്ടുള്ള നിങ്ങൾ നേടിയത്, അന്യൻ്റെത് കട്ടെടുത്തുകൊണ്ടല്ല നിങ്ങൾ ദാനം ചെയ്യേണ്ടത്. നിങ്ങൾ നേടിയതിലെ നല്ലത് നിങ്ങൾ ദാനം ചെയ്യുക എന്ന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. പ്രവാചകന്റെ ഒരുപാട് ഹദീസുകൾ. ഏറ്റവും നല്ല സമ്പാദ്യം എന്നുള്ളത് മബ്റൂറായ ബൈ ആണ്. ബൈഉം മബ്റൂർ, ബർക്കത്ത് ലഭിക്കുന്ന കച്ചവടമാണെന്ന് റസൂൽ പഠിപ്പിക്കുന്നു. എന്നും ഹദീസിന്റെ കൂടെ കാണാം. ഒരു മനുഷ്യന്റെ അവന്റെ കൈ കൊണ്ടുള്ള അധ്വാനത്തിലൂടെ അവന് കിട്ടുന്നത് എന്നാൽ അവൻ അധ്വാനിച്ച് കിട്ടുന്നതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഒരുപാട് ഹദീസുകൾ, സ്വന്തം അധ്വാനിച്ച് കിട്ടിയത് കൊണ്ട് തിന്നതിനേക്കാളും ഖൈറായിട്ടുള്ള ഒരു ഭക്ഷണം ഒരാൾ കഴിച്ചിട്ടില്ല. നമ്മൾ അധ്വാനിച്ച് കിട്ടിയിട്ട് നമ്മൾ ഭക്ഷിക്കുന്നതിനേക്കാളും ഖൈറായ ഒരു ഭക്ഷണവും ഒരാളും കഴിച്ചിട്ടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഇനി കച്ചവടക്കാരെ കുറിച്ച് റസൂല് പഠിപ്പിച്ചു. എന്താ പറഞ്ഞത്? അത്താജിറു സദൂഖുൽ അമീൻ. കച്ചവടക്കാരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. അത്താജിറു സദൂഖുൽ അമീൻ, സത്യസന്ധനും വിശ്വസ്തനുമായ ഒരു കച്ചവടക്കാരൻ, മഅൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാ, പരലോകത്ത് അമ്പിയാക്കളുടെ, നബിമാരുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെയാണ്. ആര്? ഇവിടെ സത്യസന്ധമായി കച്ചവടം ചെയ്യുന്ന വിശ്വസ്തനായ ഒരു കച്ചവടക്കാരൻ, നല്ലത് വിറ്റുകൊണ്ട്
അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാത്ത സത്യസന്ധനായ ഒരു കച്ചവടക്കാരൻ പരലോകത്ത് അമ്പിയാക്കളുടെ കൂടെ നമുക്ക് ജീവിത സന്ധാരണത്തിനുള്ള ഒരു മാർഗമായേക്കാം. പക്ഷേ അത് നമുക്ക് പുണ്യമുള്ളതാണ്. നമ്മളൊരു കച്ചവടം നടത്തുമ്പോൾ ഒരു മൂല്യം ലഭിക്കുന്നതോടൊപ്പം തന്നെ പരലോകത്തേക്ക് നമുക്ക് പുണ്യകരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. വീണ്ടും റസൂല് പഠിപ്പിച്ചു, യാചിച്ച് നടക്കുന്ന ആളുകൾ, യാചനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂല് പഠിപ്പിച്ചു, ഒരു മനുഷ്യൻ തൻ്റെ കയറും എടുത്തുകൊണ്ട് പുറത്തു പോയിട്ട് വിറക് ശേഖരിച്ചുകൊണ്ട് വന്ന് അത് വിൽക്കുക എന്നുള്ളതാണ് ഖൈറുൻ ലഹു മിൻ അൻ യഅതിയ റജുലൻ, ഒരു മനുഷ്യന്റെ അടുക്കിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത്. എന്നിട്ടോ ഫയസ്അലഹു, ആ മനുഷ്യനോട് ചോദിക്കുന്നു, യാചിക്കുന്നു, അഅതാഹു അം ഔ മനഅഹു, ചിലപ്പോൾ കൊടുക്കും ചിലപ്പോൾ കൊടുത്തില്ല. എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ലല്ലോ, ഞാൻ ചോദിച്ചിട്ടുണ്ട് ശരിയാണ്, ചോദിച്ചു ശരിയാണ്, പക്ഷെ എനിക്ക് തന്നിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അവന് കിട്ടിയാലും ശരി ഇല്ലെങ്കിലും ശരി, അവന് കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും ശരി, ആ ചോദിക്കുന്നതിനേക്കാളും അവന് ഖൈറ് ഒരു കയറെടുത്തുകൊണ്ട് കാട്ടിൽ പോയി കുറച്ച് വിറക് ശേഖരിച്ചുകൊണ്ട് അത് കൊണ്ടുവന്ന് വിൽപ്പന നടത്തുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അമ്പിയാക്കളുടെ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ഒക്കെ മുഴുവൻ അമ്പിയാക്കളും ജോലി ചെയ്തുകൊണ്ട് ജീവിച്ച ആളുകളായിരുന്നു. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നത്, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു കൊണ്ടായിരുന്നു അദ്ദേഹം ഭക്ഷണം കഴിച്ചു തിന്നിരുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആടിനെ മേച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് റസൂൽ പഠിപ്പിക്കുന്നു, കാന സക്കരിയ നജ്ജാറൻ, നജ്ജാറായിരുന്നു, ആശാരിപ്പണി എടുക്കുന്ന ആളായിരുന്നു സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം. ഇനി മുഹമ്മദ് നബിയുടെ ചരിത്രത്തിലേക്ക് നോക്കിയാലോ, ആടിനെ മേച്ചിട്ടുണ്ട്, കച്ചവടം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അധ്വാനിച്ചു കൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചൊരു കാര്യമാണ്. ആ ഭക്ഷണമാണ് ഏറ്റവും ഹൈറായ ഭക്ഷണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ സഹോദരന്മാരെ, നമ്മൾ ഭൂരിഭാഗം ആളുകളും തൊഴിലാളികളാകും. തൊഴിലാളികളായ ആളുകൾ അവർ പാലിക്കേണ്ട ചില മര്യാദകളെ, അവർ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കേണ്ട രൂപത്തെ ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു അമാനത്ത് എന്നൊരു കർമ്മം, വിശ്വാസികളുടെ ഗുണം പറഞ്ഞെടുത്ത് വല്ലദീനഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവരുടെ അമാനത്തുകൾ പാലിക്കുന്നവരാണ്, കരാറ് പൂർത്തീകരിക്കുന്നവരാണ് അവരെന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ തൊഴിൽ മേഖലയിൽ നമ്മളൊരു കൃത്യമായ ഒരു കണിശത നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. തൊഴിൽ മേഖലയിൽ നമ്മൾ അലസരാകാൻ പാടില്ല. ജോലി സ്ഥലത്തേക്ക് നേരം വൈകിപ്പോവുകയും നേരത്തെ മടങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. നമ്മുടെ തൊഴിൽദാതാവ്, നമ്മുടെ മുതലാളി ഉണ്ടെങ്കിൽ മാത്രം കണിശത പാലിക്കുകയും അല്ലാത്ത സന്ദർഭങ്ങളിൽ ഒരു അഴകുഴമ്പൻ നിലപാട്, തനിക്ക് തോന്നിയ രൂപത്തിൽ പെരുമാറുക എന്നുള്ളത് ഒരു നല്ല തൊഴിലാളിക്ക് യോജിച്ചതല്ല. താൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഏൽപ്പിക്കപ്പെട്ട വസ്തുക്കൾ അത് നശിപ്പിക്കുകയോ, അതെൻ്റേതല്ലല്ലോ അദ്ദേഹത്തിൻ്റെതല്ലേ, അത് പൊളിഞ്ഞാലും നശിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന രൂപത്തിൽ പെരുമാറാൻ പാടില്ല. മാത്രമല്ല അവിടെ പോലും റിയാ ഉണ്ടാകാൻ നമുക്ക് പാടില്ല എന്ന് റസൂല് പഠിപ്പിക്കും നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് തൊഴിൽ മേഖലയിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ നാലാള് കൂടിയ ഉടനെ യൂണിയൻ ഉണ്ടാക്കും. സഹോദരന്മാരെ, തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിന് യൂണിയനുകളൊക്കെ ആവശ്യമാണ്, നല്ലതാണ്. പക്ഷേ ഈ യൂണിയനുകളുടെ പേരിൽ പോലും ഞാനൊക്കെ യൂണിയന്റെ നേതാവാണ്, എനിക്ക് പണിയൊന്നും എടുക്കണ്ട, ഞാൻ ജോലിയൊന്നും ചെയ്യണ്ട, ശമ്പളം അങ്ങനെ വാങ്ങിപ്പോവുക, അത് പാടില്ല. കൃത്യമായി നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഒരു അവസ്ഥ ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് സൂചിപ്പിക്കുന്നത്, ഇന്നല്ലാഹ യഅ്മുറുക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, അർഹരായ അതിന്റെ അവകാശികൾക്ക് നിങ്ങൾ അമാനത്തുകൾ പൂർണ്ണമാക്കി കൊടുക്കണമെന്ന് അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ്.
നമ്മൾ അമാനത്തുകൾ കൃത്യമായി നിർവഹിക്കുന്ന ആളുകളായിരിക്കണം, പ്രാപ്തിയുള്ളവരായിരിക്കണം, വിശ്വസ്തരായിരിക്കണം. നമ്മളെ ഒരു കാര്യം ജോലി സ്ഥലത്ത് നമ്മളെ ഏൽപ്പിച്ചു പോയാൽ, ഞാൻ അവിടെ ഇല്ലെങ്കിലും എൻ്റെ തൊഴിലാളികൾ ആ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ സത്യസന്ധന്മാരായിരിക്കുമെന്ന് കൃത്യമായ ബോധ്യം നമ്മുടെ തൊഴിൽദാതാവിനുണ്ടായിരിക്കണം. ആ രൂപത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 പെൺമക്കൾക്ക് മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വെള്ളം മുക്കി കൊടുത്തൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഫിർഔനിന്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടു പോകുകയാണ്. വഴിയിലൊരു സ്ഥലത്ത് കുറെ ആളുകൾ വെള്ളം കോരാൻ വേണ്ടി തെക്കും തിരക്കും കൂട്ടുന്നുണ്ട്. 2 പെൺകുട്ടികൾ മാറി നിൽക്കുന്നു. എന്തേ നിങ്ങൾ മാറി നിൽക്കുന്നത്? അവരൊക്കെ കൊടുത്തതിന് ശേഷമേ ഞങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയുള്ളൂ, ഞങ്ങൾ ആടുകൾക്ക്. ഞങ്ങളുടെ പിതാവ് പ്രായമുള്ള ആളാണ്, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്നീ 2 സഹോദരിമാര് പറഞ്ഞ സന്ദർഭത്തിൽ ഈ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? അവർക്ക് വെള്ളം മുക്കി കൊടുത്തു. അങ്ങനെ ആ സഹോദരിമാര് 2 കുട്ടികൾ വീട്ടിലേക്ക് പോയി. പാപ്പാനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി. ആളെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്ന സന്ദർഭത്തില് കാര്യങ്ങളൊക്കെ സംസാരിച്ച കൂട്ടത്തില് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തെ ആടിനെ മേക്കാൻ ഏൽപ്പിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ആ മകള് പറഞ്ഞൊരു കാര്യമുണ്ട്. അതാ ഞാൻ തുടക്കത്തിൽ ഓതി വച്ച ആയത്ത്. അവരുടെ കൂട്ടത്തിൽ ഖാലത്ത് ഇഹ്ദാഹുമാ യാ അബ്തി ഇസ്തഗ്ജിർഹു, അതിലൊരുത്തി പറഞ്ഞു, ബാപ്പ അദ്ദേഹത്തെ നിങ്ങൾ കൂലിക്ക് നിർത്തിക്കോളൂ. ഇന്ന ഖൈറ മൻ ഇസ്തഗ്ജർതൽ ഖവിയുൽ അമീൻ, നിങ്ങൾ കൂലിക്ക് നിർത്തുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹം കവിയാണ്, ആരോഗ്യമുള്ളവനാണ്, വിശ്വസ്തനുമാണ് ബാപ്പ എന്ന് ഈ കുട്ടികള് ബാപ്പാനോട് പറയാണ്. സഹോദരന്മാരെ, ഈ രൂപത്തില് വിശ്വസ്തരാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജോലി മേഖലയിൽ, നമ്മുടെ ജോലി സ്ഥലത്ത് വിശ്വസ്തരാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരുപാട് ഹദീസുകൾ, അദില്ലമാന ഇലാമനി ഉത്തമനക്, നിന്നെ വിശ്വസിച്ച് അമാനത്തേൽപ്പിച്ച ആളുകൾക്ക് ആ അമാനത്ത് നീ പൂർത്തിയാക്കി കൊടുക്കണമെന്ന് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമുക്ക് ആ ജോലിക്ക് കഴിവുണ്ടോ എന്നുള്ളത്. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് കള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിയിട്ട്, പഠിക്കാതെ ആ വിഷയത്തിലുള്ള അറിവുകൾ നേടാതെ ഏതെങ്കിലും രൂപത്തിൽ കള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ജോലിക്ക് സമർപ്പിക്കുകയും ജോലിക്ക് കയറുകയും എന്നിട്ട് ആ ജോലി ചെയ്യാൻ സാധിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ. ചെയ്യുന്ന ജോലി കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മളത് പഠിച്ചിരിക്കണം. ഡ്യൂപ്ലിക്കേറ്റായ കള്ള തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ അതിന് പോകാൻ പാടില്ല. നേരത്തെ പറഞ്ഞല്ലോ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞത് ഖവിയുൻ അമീൻ, അമീനാണ്, വിശ്വസ്തനാണ്, തട്ടിപ്പുകാരനല്ല. ആ കൂട്ടത്തിൽ പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ആ ഒരു കർമ്മ ജോലി ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു വിശ്വസ്തത, തൃപ്തിയോടെ അത് നിർവഹിക്കുക എന്നുള്ളതാണ്. റസൂല് പഠിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുകും അമലൻ അൻ യുത്ഖിനഹു. അല്ലാഹുക്ക് ഇഷ്ടമെന്താണ്? നിങ്ങളൊരു കർമ്മം ചെയ്യുകയാണ് എങ്കിൽ അത് നന്നായി ചെയ്യുക എന്നുള്ളതാണ്. ഇദാ അദ്ദൽ അബ്ദു ഹഖ്ഖല്ലാഹ് വഹഖ്ഖ മവാലിഹി, ഒരടിമ അള്ളാഹുവോടുള്ള ബാധ്യതകളും തൻ്റെ വലിയനോടുള്ള, തൻ്റെ മേൽനോട്ടക്കാരനോടുള്ള ആ ബാധ്യതകളും അദ്ദേഹത്തിന്റെ അവകാശങ്ങളും കൃത്യമായി നിർവഹിച്ചാൽ കാന ലഹു അജ്റാനി, 2 കൂലിയുണ്ട് എന്നാ. നമ്മളൊരു ജോലിക്ക് പോയി അവിടെ സത്യസന്ധമായി പെരുമാറിയാൽ, അത് കൃത്യമായി കുറ്റമറ്റ രൂപത്തിൽ നിർവഹിച്ചാൽ കൂലി കിട്ടും റബ്ബിന്റെ അടുക്കൽ. ഇവിടെ നമുക്ക് കിട്ടുന്ന ശമ്പളത്തിന് പുറമെ അത് റബ്ബിന്റെ അടുക്കൽ പുണ്യകരമാണ്. അവിടെ നമ്മൾ വഞ്ചന കാണിക്കാൻ പാടില്ല. വഞ്ചനയും ചതിയും നമ്മൾ അവിടെ അതിലേക്ക് കൊണ്ടുവരാൻ പാടില്ല.
യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വറസൂല, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ വഞ്ചിക്കരുത്. വതഖൂനു അമാനാതികും, നിങ്ങളുടെ അമാനത്തുകളുടെ വിഷയത്തിൽ നിങ്ങൾ അവരെ വഞ്ചിക്കാൻ പാടില്ല. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്. അള്ളാഹിനെയും റസൂലിനെയും വഞ്ചിക്കാൻ പാടില്ല. നിങ്ങളുടെ അമാനത്ത് ഏൽപ്പിച്ച ആളുകളെയും നിങ്ങൾ വഞ്ചിക്കാൻ പാടില്ല. സഹോദരങ്ങളെ, ഹലാലായ ഏത് ജോലിയും നമുക്ക് ചെയ്യാം. അതിലൂടെയുള്ള സമ്പാദ്യത്തിലൂടെ നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഭക്ഷണം കൊടുക്കാം. അത് റബ്ബിന്റെ മാർഗത്തിൽ നിന്നുള്ള പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. റസൂൽ പറയാണ്, ഇൻ കാന ഖറജ യസ്ആ അലാ വലദിഹി സിഗാറ ഫഹുവ ഫീ സബീലില്ലാഹ്. ഒരാള് ജോലിക്ക് പോകുന്നത് തൻ്റെ ചെറിയ കുട്ടികളെ പോറ്റാൻ വേണ്ടിയാണ് എങ്കിൽ അവൻ റബ്ബിന്റെ മാർഗത്തിലാണ്. വഇൻ കാന ഖറജ യസ്ആ അലാ അബവൈഹി ശൈഖൈൻ, വേറെ സ്ഥലത്ത് കബീറൈൻ എന്നും കാണാം. തൻ്റെ മാതാപിതാക്കൾക്ക് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഒരാൾ ജോലിക്ക് പോകുന്നത് അല്ലെങ്കിൽ പുറത്തു പോകുന്നത് എങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അള്ളാന്റെ മാർഗത്തിലാണ്. ഇനി സ്വന്തത്തിന്റെ വിഷയത്തിലാണ് അവൻ പോകുന്നത് എങ്കിലും, സ്വന്തം ശരീരത്തോടുള്ള ബാധ്യത നിർവഹിക്കാൻ വേണ്ടിയാണ് സമ്പാദിക്കാൻ പോകുന്നത് എങ്കിലും ഫഹുവ ഫീ സബീലില്ലാഹ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് മാന്യമായ ഏത് ജോലിയും നമുക്ക് എടുക്കാം. പക്ഷേ അവിടേക്ക് പൊങ്ങച്ചം കൂട്ടിക്കൊണ്ടുവരാൻ നമ്മൾ പാടില്ല. പൊങ്ങച്ചത്തോടു കൂടി തൻ്റെ ജോലി അത് പിന്നെ പൊങ്ങച്ചത്തിന്റെ റിയാവിന് വേണ്ടിയിട്ടാണ്, ലോകമാന്യതക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ റസൂൽ പറയുന്നത് എന്താ അറിയോ? ഈ ഹദീസിന്റെ ബാക്കിയായിട്ട് തന്നെ പറയാണ്, വഇൻ കാന ഖറജ യസ്ആ റിയാഅ വമുഫാഖറ, ഫഖറിനും റിയാഇനും വേണ്ടിയിട്ടാണ് അവൻ ജോലിക്ക് പുറത്തു പോകുന്നത് എങ്കിൽ ഫഹുവ ഫീ സബീലി ശൈത്താൻ, അവൻ ശൈത്താന്റെ മാർഗത്തിലാണ് എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ആദ്യം പറഞ്ഞത് സബീലില്ല എന്ന, അള്ളാന്റെ മാർഗത്തിലാ, പുണ്യം കിട്ടുന്ന മേഖലയാണ്. പക്ഷേ അതൊരു ദുരഭിമാനത്തിന്റെ, ഞാൻ ഡോക്ടറാണ്, ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ ഇന്നാലിന്റെ സ്ഥാനം വഹിക്കുന്ന ആളാണ്, ഇന്ന നിലയും വിലയുമുള്ള ആളാണ് എന്ന അഹങ്കാരത്തിന്റെ റിയാഇന്റെ മേഖലയിലാണ്, അതിന് വേണ്ടിയിട്ടാണ് ഈ ജോലി എങ്കിൽ, അതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ ഫഹുവ ഫീ സബീലി ശൈത്താൻ, ശൈത്താന്റെ മാർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ജോലിക്ക് ഇറങ്ങുമ്പോൾ നല്ലോണം ചിന്തിക്കുക, സത്യസന്ധത പുലർത്തിക്കൊണ്ട് അമാനത്ത് പൂർത്തീകരിക്കുന്നവരായി കൃത്യമായ അറിവുള്ളവരായും കൊണ്ട് കൃത്യമായ മേഖലയിൽ രൂപത്തിൽ ആ മേഖലയെ നമ്മൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ റബ്ബിൻ്റെ അടുക്കൽ നമ്മൾ അതിന് മറുപടി പറയേണ്ടി വരും. സ്വാഭാവികമായും തൊഴിലാളി ഇങ്ങനെയൊക്കെ ചെയ്യണമല്ലോ. തൊഴിലാളിയോടും മുതലാളിക്കും ചില ബാധ്യതകളുണ്ട്. തൊഴിലുടമയും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മേലുദ്യോഗസ്ഥന്മാരും തൊഴിലുടമകളും ആ ആളുകളൊക്കെ തങ്ങളുടെ കീഴിലുള്ള ആളുകളോട് കാരുണ്യത്തോടെയും ഉദാരതയോടെയും പെരുമാറേണ്ടതുണ്ട്. അവരോടൊരു സ്നേഹവും അടുപ്പവും ഉണ്ടാവാൻ, തൻ്റെ മേലുദ്യോഗസ്ഥനോട്, തൻ്റെ മുതലാളിയോട് സ്നേഹവും അടുപ്പവും ഉണ്ടാകാൻ ഈ തൊഴിലാളിയോട് മാന്യമായി നമ്മൾ പെരുമാറേണ്ടതുണ്ട്. തൻ്റെ അഭാവത്തിലും തൻ്റെ തൊഴിലാളി കൃത്യമായി ജോലി ചെയ്യണമെങ്കിൽ അവനോട് മാന്യമായി പെരുമാറേണ്ടതുണ്ട്. ഉഹുദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ മലമുകളിൽ നിർത്തിയ ആളുകൾ ഇറങ്ങിപ്പോന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ സൂചിപ്പിക്കുന്നത് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബ് ലം ഫല്ലൂ മിൻ ഹൗലിക്. അള്ളാന്റെ ഒരു റഹ്മത്ത്, കാരുണ്യം കൊണ്ട് മാത്രമാണ് പ്രവാചകരെ താങ്കൾ ആ ആളുകളോട് മാന്യമായി പെരുമാറിയത്. താങ്കളെങ്ങാനും പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ ലം ഫല്ലൂ മിൻ ഹൗലിക്, താങ്കളുടെ ചുറ്റിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോകുമായിരുന്നു. പ്രവാചകൻ അവരോട് മാന്യമായി പെരുമാറിയത് കൊണ്ടാണ് അവര് പ്രവാചകന്റെ കൂടെ നിന്നത്. തൻ്റെ തൊഴിലാളിയല്ലേ, ഞാൻ ശമ്പളം കൊടുക്കുന്നവനല്ലേ, അവനോട് എന്തുമാകാമെന്നുള്ള ഒരു ദാഷ്ട്യം മുതലാളിമാരെ നമുക്ക് പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ
10 വർഷം ജോലി ചെയ്ത പ്രവാചകന്റെ അനുയായി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖദംതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ, 10 വർഷം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്തു. വല്ലാഹി മാ ഖാല ലി ഉഫിൻ, വല്ലാഹി ഒരിക്കൽ പോലും എന്നോട് ഛേ എന്നൊരു വാക്ക്, ഉഫിൻ വെറുപ്പിന്റെ ഒരു വാക്ക് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെയൊക്കെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളോട് നമ്മൾ എങ്ങനെയാ പെരുമാറാറുള്ളത്? ഏത് രൂപത്തിലാ നമ്മളൊക്കെ നമ്മുടെ കീഴിലുള്ള ആളുകളോട് പെരുമാറാറുള്ളത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു സംഭവം കാണുകയുണ്ടായി. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു തൻ്റെ അടിമയെ ചാട്ടവാറ് കൊണ്ട് അടിക്കുകയാണ്. അദ്ദേഹം നല്ല ചൂടായിരിക്കുന്ന, നന്നായി ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അടിക്കുന്നത് കണ്ടപ്പോൾ റസൂല് ഇലം യാ അബാ മസ്ഊദ്, ഇലം യാ അബാ മസ്ഊദ് എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഈ കോപം കൂടിയ കാരണത്താൽ, നന്നായി ദേഷ്യം പിടിച്ചിരിക്കുന്ന കാരണത്താൽ ഇത് ശ്രദ്ധിച്ചില്ല. പ്രവാചകൻ ഒന്നുകൂടി അടുത്തേക്ക് വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇലം യാ അബാ മസ്ഊദ്, ഇലം യാ അബാ മസ്ഊദ്, അബൂ മസ്ഊദേ നീ മനസ്സിലാക്കണം, അബൂ മസ്ഊദേ നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ചാട്ടവാറ് താഴെ വീണു. ഉടനെ റസൂല് പറയുന്നു, ഇലം യാ അബാ മസ്ഊദ്, അബൂ മസ്ഊദേ നീ മനസ്സിലാക്കണം, അന്നല്ലാഹ അഖ്ദറു അലൈക മിൻക, അല്ലാഹ് നിന്റെ മേലിൽ കഴിവുള്ളവനാണ് എന്ന് നീ മനസ്സിലാക്കണം. അലാ ഹാദൽ ഖാദിം, ഈ അടിമയുടെ വിഷയത്തിൽ നിന്റെ മേലിൽ കഴിവുള്ളവനാണ് അല്ലാഹ് എന്ന് നീ മനസ്സിലാക്കണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. തൻ്റെ അടിമയെ അടിക്കുകയാണ്. അദ്ദേഹം ക്യാഷ് കൊടുത്തു വാങ്ങിയതാണ്. അദ്ദേഹം ക്യാഷ് കൊടുത്തു വാങ്ങിയ അടിമയാണ്. ആ അടിമയെ അദ്ദേഹം അടിച്ച സന്ദർഭത്തിൽ റസൂല് പറയാണ്, ഈ അടിമയുടെ വിഷയത്തിൽ നിന്റെ മേലിൽ കഴിവുള്ളവനാണ് അല്ലാഹ് എന്ന ബോധം നിനക്കുണ്ടാകണം അബൂ മസ്ഊദേ എന്ന് പറഞ്ഞപ്പോ പിന്നെ അദ്ദേഹം പറയാണ്, ഖുൽതു ലാ അദ്രിബു മംലൂകൻ ബഅദഹു അബദ. അവിടുന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഇനി എൻ്റെ ഒരു അടിമയെ ഞാൻ ഒരിക്കലും അടിക്കുകയില്ല, എൻ്റെ ഒരു അടിമയെ ഇനി ഞാൻ അടിക്കുകയേ ഇല്ല എന്ന് അദ്ദേഹം ശപഥം ചെയ്തു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളൊക്കെ എത്ര പണം കൊടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ ശമ്പളം കൊടുത്തിട്ട് നമ്മൾ പോറ്റി വളർത്തുന്നവരാണ് എങ്കിലും അവരോടുള്ള പെരുമാറ്റത്തിൽ നമ്മൾ മര്യാദ പാലിക്കണമെന്നാണ് റസൂല് പഠിപ്പിക്കുന്നത്. തൻ്റെ ജോലിക്കാരനല്ലേ, ഞാൻ ശമ്പളം കൊടുത്തിട്ടല്ലേ, അതവൻ ചെയ്തിരിക്കണം എന്ന ആ ദാഷ്ട്യമുണ്ടല്ലോ സഹോദരന്മാരെ. റസൂല് പറയാണ്, വലാ തുകല്ലിഫുഹും മാ യഗ്ലിബുഹും, അവർക്ക് സാധിക്കാത്ത പണി നിങ്ങൾ അവരെ ഏൽപ്പിക്കരുത് കേട്ടോ. ഇമാം ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസാ. അവർക്ക് സാധിക്കാത്ത ഒരു ജോലി നിങ്ങൾ അവരെ ഏൽപ്പിക്കരുത്. ഇനി വലിയ കുറച്ച് കനമുള്ള ഒരു ജോലി ആണ് എങ്കിലോ ഫൈൻ കല്ലഫ്തുമൂഹും, അങ്ങനെ നിങ്ങൾ അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഫഈനൂഹും, നിങ്ങൾ അവരെ സഹായിക്കണം. ഒരാൾക്ക് ഒറ്റക്ക് ചെയ്യാൻ കഴിയാത്തൊരു ജോലി ആ ജോലിക്കാരനെ ഏൽപ്പിക്കുകയാണ് എങ്കിൽ നീയും കൂടി അവന്റെ കൂടെ നിന്ന് അവനെ സഹായിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഗൗരവമുള്ള വിഷയമാണ്. എൻ്റെ ജോലിക്കാരനല്ലേ, എനിക്ക് തോന്നിയതുപോലെ ഞാൻ ചെയ്യും, പാടില്ല. ഇസ്ലാം കൃത്യമായ മാനദണ്ഡങ്ങൾ വെച്ചു എങ്ങനെ പെരുമാറണം, എന്ത് ചെയ്യണം എന്നുള്ളത്, ഏത് രൂപത്തിൽ പെരുമാറണം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അവരെ സഹോദരന്മാരായി കാണാനാണ് പഠിപ്പിച്ചത്. ഇഖ്വാനുക്കും ഖവലക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നിങ്ങളുടെ ഭൃത്യന്മാർ നിങ്ങളുടെ സഹോദരന്മാരാണ്. ജഅലഹുമുല്ലാഹു തഹ്ത ഐദീകും, അല്ലാഹയാണ് അവരെ നിങ്ങളുടെ മേൽനോട്ടത്തിൽ നിങ്ങളുടെ താഴെയാക്കിയത്. ഫമൻ കാന അഖൂഹു തഹ്ത യദിഹി, ആരുടെയെങ്കിലും സഹോദരൻ ഒരുത്തന്റെ കീഴിലുണ്ട് എങ്കിൽ ഫൽയുത്ഇംഹു മിമ്മാ യഅകുൽ, ഓൻ തിന്നതാണ് അവനെയും ഭക്ഷിപ്പിക്കട്ടെ. അവൻ തിന്നുന്നത് ആ തൻ്റെ കീഴിലുള്ളവനെയും ഭക്ഷിപ്പിക്കട്ടെ. വൽയുൽബിസ്ഹു മിമ്മാ യൽബസ്, അവൻ ധരിക്കുന്നതിൽ നിന്ന് അവനെയും ധരിപ്പിക്കട്ടെ.
ഇഖ്വാനുക്കും എന്നാ സൂചിപ്പിച്ചത്, നിങ്ങളുടെ സഹോദരങ്ങളാണ്. അവർക്ക് കൂലി കൊടുക്കുന്ന വിഷയത്തിൽ ഖുദ്സിയായ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അന ഖസമുഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാൻ അവരോട് തർക്കിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ആരോട്? സലാസത്തുൻ അന ഖസമുഹും യൗമൽ ഖിയാമ, 3 വിഭാഗം ആളുകളോട് പരലോകത്ത് ഖിയാമത്ത് നാളിൽ ഞാൻ തർക്കിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരു വിഭാഗത്തെ പറഞ്ഞെന്താ അറിയോ? വറജുലൻ ഇസ്തഅജറ അജീറ, ഒരാളെ ജോലിക്ക് അല്ലെങ്കിൽ കൂലിക്ക് ഒരാളെ വെച്ചു. ഒരാള് മറ്റൊരാളെ ജോലിക്ക് വെച്ചു. ഫസ്തൗഫാ മിൻഹു, അവനിൽ നിന്ന് കിട്ടാനുള്ള പ്രയോജനങ്ങളൊക്കെ അവൻ ഉദ്ദേശിച്ച പണിയെല്ലാം പൂർത്തിയാക്കി ചെയ്തു. വലം യുഅ്തിഹി അജ്റുഹു, അവന്റെ വേതനം അവന് കൊടുത്തതുമില്ല. ജോലി ചെയ്യിച്ചു, ശമ്പളം പിടിച്ചു വെച്ചു. ചില ആളുകൾ വലിയ അഭിമാനമായി സൂചിപ്പിക്കാം, ഓന്റെ പൈസ ഞാൻ പിടിച്ചു വെച്ചാ കൊടുത്തിട്ടില്ല, അത് ഞാൻ കൊടുത്തിട്ടില്ല എന്ന്. അത് വലിയൊരു അഭിമാന ബാധ്യതകളുണ്ട്. തൊഴിലാളികളായ ആളുകൾക്ക് മുതലാളിമാരോടും തങ്ങളുടെ ജോലിയോടും ചില ബാധ്യതകളുണ്ട്. 2 കൂട്ടരും ആ ബാധ്യത കൃത്യമായി നിർവഹിക്കുമ്പോൾ മാത്രമേ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഹലാലായ മാർഗത്തിലൂടെ ഉള്ള സമ്പാദ്യമാകണമെങ്കിൽ കൃത്യമായി നമ്മളത് നിർവഹിക്കുക തന്നെ വേണം. അല്ല എങ്കിൽ അത് പരലോകത്തേക്ക് നമുക്ക് നഷ്ടമാണ്, പരലോകത്ത് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന ബോധത്തോടു കൂടി ജീവിക്കാൻ ശ്രമിക്കുക. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജോലി, ആ ഒരു ജോലിയാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. പല ആളുകളും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത് തന്നെ ഒരു പ്രത്യേകമായ ജോലി നേടുക എന്ന ലക്ഷ്യത്തിലാണ്. പ്രത്യേകമായ കരിയർ ഗൈഡൻസുകളൊക്കെ കൊടുത്തുകൊണ്ട് ഏറ്റവും നല്ല ജോലി കിട്ടുക എന്ന ലക്ഷ്യത്തിലാണ് പല ആളുകളും മക്കളെ പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, ഭൗതിക ലോകത്ത് നല്ലൊരു ജോലി നല്ലത് തന്നെയാണ്. പക്ഷേ പരലോകം മറന്നുകൊണ്ടുള്ള ഒരു ജോലി അന്വേഷണവും പഠനവും അത് നമുക്ക് പരലോകത്ത് ദോഷം ചെയ്യുന്നതാണ്. നമ്മുടെ മക്കളെ ഭൗതിക വിദ്യാഭ്യാസം നേടുന്നതോടൊപ്പം പാരത്രിക വിദ്യാഭ്യാസം അവർക്ക് നൽകൽ അനിവാര്യമാണ്. അവർക്ക് ചെറുപ്പം മുതലേ അവർക്ക് കൃത്യമായ മാർഗദർശനം, ഗൈഡൻസ് കൊടുത്തുകൊണ്ട് ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അവരെ നേരിൻ്റെ മാർഗത്തിലൂടെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പൊതുവെ നമ്മൾ നിലകൊള്ളുന്ന ഈ ഒരു സ്ഥലത്തുള്ള ആളുകൾ തന്നെ പറയാറുണ്ട്, നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാട് ആകെ പിടുത്തം വിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരാൾക്ക് കണ്ണു തുറന്നുകൊണ്ട് അങ്ങാടിയിലൂടെ ഒന്ന് പോകാൻ സാധിക്കൂല. ഈ കഴിഞ്ഞ നോമ്പിനൊരാൾ സൂചിപ്പിച്ചു, ഇതിലൊന്നും നോമ്പ് പറ്റുകൊണ്ട് വരാൻ സാധിക്കൂല, വന്നാൽ നോമ്പ് മുറിഞ്ഞു പോകുന്ന രൂപത്തിലുള്ള അവസ്ഥയെ, കണ്ണുകൾ നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അവസ്ഥയാണ് എന്ന് ഈ എറണാകുളത്ത് നിന്നൊരാൾ സൂചിപ്പിക്കുകയുണ്ടായി. സഹോദരന്മാരെ, നമ്മുടെ മക്കൾ ജീവിക്കുന്ന സാഹചര്യം അതാണ്. ആ മക്കൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കേണ്ട, നല്ല മാർഗം കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മളൊരു സമ്മേളനം നടക്കുന്നത്. ഈ 11-ാം തീയതി പെരിന്തൽമണ്ണ വെച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥി സമ്മേളനം നടക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ മക്കളെ അങ്ങോട്ടെത്തിക്കാൻ നമുക്ക് ഒരു കുട്ടിയെ, നമ്മുടെ പരിധിയിലുള്ള 1 or 2 കുട്ടിയെ അങ്ങോട്ട് എത്തിക്കാൻ സാധിച്ചാൽ അത് പരലോകത്തേക്ക് നമുക്ക് ഗുണമാണ്. ആ കുട്ടി നന്നായി അവൻ്റെ ജീവിതത്തിൽ നല്ലൊരു ശീലം ഉണ്ടാക്കിയാൽ, നല്ല ജീവിതം നയിച്ചാൽ, ആ കുട്ടി നന്മയിൽ വർത്തിക്കുന്നിടത്തോളം കാലം അതിന് കാരണക്കാരനായ നമുക്ക് ഗുണം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ
നമ്മുടെ ആ സമ്മേളനത്തിലേക്ക് നിങ്ങളുടെയൊക്കെ പരിധിയിലുള്ള മക്കളെ, സ്വന്തം മക്കളെയും കുടുംബത്തിലുള്ള മക്കളെയും ഒക്കെ വിദ്യാർത്ഥികളെ അതിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ആ സമ്മേളനത്തിലേക്കുള്ള രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ ആ പള്ളിക്ക് പുറത്തുനിന്നുണ്ടാകും, ജുമുഅക്ക് ശേഷമുണ്ടാകും. നിങ്ങൾ ആ ആളുകളുടെ മായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുട്ടികളെ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് ഖുത്ബയിൽ സൂചിപ്പിച്ചിരുന്ന നമ്മുടെ മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇൻഷാ അല്ലാഹ് ജൂൺ 1 മുതൽ നമുക്ക് മദ്രസ ആരംഭിക്കേണ്ടതുണ്ട്. ഈ മദ്രസയിൽ പഠിക്കുന്നത് നമ്മുടെ മക്കളാകണം. നമ്മുടെ മക്കളെ ആ മദ്രസയിൽ ചേർക്കാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാകണം. അതിനുള്ള സംവിധാനം ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്, അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. നിങ്ങളുടെ മക്കളെ ആ മാർഗത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ദീനി ബോധമുള്ളവരാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുക. മക്കള് പിടുത്തം വിട്ട് പോയതിന് ശേഷം ഇനി എന്ത് ചെയ്യുമെന്ന് കൈമലർത്തിക്കൊണ്ട് ചോദിക്കുന്നതിന് പകരം ഉള്ള സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ-റഹീമായ നാഥ, ഞങ്ങൾ ചെയ്തു കൂട്ടുന്ന ഈ രൂപത്തിലുള്ള സൽപ്രവർത്തനങ്ങളെ ഞങ്ങളിൽ നിന്നും ഒരു നല്ല അമലായി ഞങ്ങളിൽ നിന്നും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അർഹമുർ-റഹീമായ നാഥ, ഞങ്ങൾ നടത്തുന്ന മദ്രസകളും സമ്മേളനങ്ങളും എല്ലാം നിന്റെ ദീന് പ്രചരിപ്പിക്കുക എന്ന ഒരു ഇഖ്ലാസോട് കൂടിയുള്ള ഒരു കർമ്മമാക്കി ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ജോലി സ്ഥലത്ത് ഒരു തൊഴിലാളി എന്നോ ഒരു മുതലാളി എന്നോ നിലക്ക് വന്ന അപാകതകളെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഇനിയും ആ രൂപത്തിലുള്ള അപാകതകളിൽ ജീവിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കരുതേ റഹ്മാനെ. റഹ്മുർ-റഹീമായ നാഥ, മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പരലോകത്ത് ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഖബറിലുള്ള ജീവിതം സുഖപ്രദമായൊരു ജീവിതമാക്കി ഞങ്ങൾക്കും അവർക്കും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. നാഥ, മരിച്ച് പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ വലത് കയ്യിൽ ഗ്രന്ഥം ലഭിച്ച് സ്വർഗം നേടുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, അംബിയാക്കളുടെ കൂടെ ചേരുന്ന ആളുകളാക്കി ഞങ്ങളെ നീ മാറ്റണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർ വാലിദൈനാ മിനൻ നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.